everyone, welcome back to Dish Culture. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ സ്പൗട്ടഡ് ഗ്രെയിൻസ് ആണ്. അതായത് 3 തരത്തിലുള്ള ധാന്യങ്ങളാണ്. വൻപയർ, ചെറുപയർ, കടല. ഇത് മുളപ്പിച്ച് എടുത്തതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ്. അത് ജിമ്മിൽ പോകുന്ന ജിമ്മന്മാർക്കും കൊച്ചുകുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്കും പിന്നെ ഏജ് ലിമിറ്റ് ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ മഴക്കാലമാണ്, എല്ലാവരും ഹെൽത്ത് കെയർ ചെയ്യണം. ഷിഗല്ല ബാക്ടീരിയ എല്ലായിടവും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഹൈജീനായിട്ടുള്ള ഫുഡും ബോയിൽഡ് വാട്ടറും നിർബന്ധമായിട്ടും എല്ലാവരും കുടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രെയിൻസ് നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം വാലാൻ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് സ്ട്രെയിനറിൽ നിന്നും കുക്കറിലോട്ട് മാറ്റാം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. കടുകിട്ട് ജീരകം അതിനകത്തോട്ട് ഒരു സ്പൂണ് ജീരകം കൂടി ഇടുക. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക്, കറിവേപ്പില, ഇപ്പം പച്ചമുളകും കരിയാപ്പിലയും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി, അതായത് സാമ്പാർ ഉള്ളി നമ്മൾ ഇടണം. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ മാക്സിമം ഫുഡും കറികളും ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രുചിയുമാണ്, ഒരു ട്രഡീഷണൽ സ്റ്റൈലുമാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴണ്ട് വേണ്ട. ഇത് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മളതിനകത്ത് പയർ പുഴുങ്ങിയതിനകത്ത് നമ്മൾ കുറച്ച് ചേർത്തതായിരുന്നു ഉപ്പ്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയതിന് ശേഷമേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. ഇതൊന്ന് ബ്രൗൺ ആയി വരട്ടെ. നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് വഴറ്റണം. കുരുമുളക് ഇച്ചിരി കൂടുതലിടണം. നെക്സ്റ്റ് ഗരം മസാല. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ശിവരാത്രി ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ടെമ്പിളിൽ നിന്ന് എനിക്ക് പ്രസാദമായിട്ട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇത് എൻ്റെ ഫേവറേറ്റ് ഡിഷാണിത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചിരകിയതിടാം. നല്ലതായിട്ട് നമുക്ക് ഇളക്കി വെക്കാം. ഇത് ബ്രൗൺ ആവണ്ട, ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടിയാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ 3 ധാന്യങ്ങളാണുള്ളത്. അതായത് ചെറുപയർ, വൻപയർ, കടല. ഇത് 3 മുളപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് തേങ്ങയും ഉള്ളിയും മസാലകളെല്ലാം മിക്സ് ആവുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പോഷകസമൃദ്ധമായിട്ടുള്ള ഡിഷ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒപ്പീനിയൻ പറയുക. അടുത്ത ഡിഷുമായിട്ട് വരുന്നതും വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.